നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ പോരായ്മകളുണ്ടോ, ആ പോരായ്മകളെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ആ പോരായ്മകളെ എത്രയും പെട്ടെന്ന് എത്രയും വേഗത്തിൽ അത് പരിഹരിക്കുന്നോ നികത്തുന്നോ അവിടെ വിജയം ഉണ്ടാകുന്നുള്ളതാണ്. ആ ഒരു വിശ്വാസത്തോടു കൂടിയായിരിക്കും പലപ്പോഴും ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇലക്ഷൻ കഴിഞ്ഞു, അടുത്ത ആൾ വന്നു, ആ ആൾ നന്നായാൽ വീണ്ടും അതൊരു ഒരു വലിയൊരു സംഭവമായിരിക്കും. നമ്മുടെ പുതിയ മുഖ്യമന്ത്രി കുറച്ചുകൂടെ പ്രചോദനം ഉണർത്തുന്ന ഒരാളാണെന്ന് തോന്നുന്നുണ്ടോ? നല്ല ഊർജ്ജസ്വലനാണ്, അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹം കമാൻഡ് ചെയ്യുകയും പിന്നെ പുള്ളിയുടെ പ്രവചനങ്ങളെല്ലാം കൃത്യമാകും. വിചാരിക്കാത്ത കാര്യങ്ങളെ ആരും അങ്ങനെ വലിയ എല്ലാവരും ജയിക്കുമായിരിക്കും എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ നിൽക്കുമ്പോഴും പുള്ളി എല്ലാ കാര്യങ്ങളും പ്രവചിക്കുകയും എല്ലായിടത്തും ഓടി നടന്നു അതെല്ലാം ചെയ്തില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ ഭരണത്തിലും ഉണ്ടായാൽ നല്ലതായിരിക്കുമല്ലോ. നിലപാടുകളുടെ വിജയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പിന്നെ ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ട് അവിടെ, പ്രതിപക്ഷമുണ്ട്. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്, 3 MLA NDAയുടെ വന്നിരിക്കുന്നു. അപ്പൊ കേരള രാഷ്ട്രീയത്തിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാലാവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. അപ്പൊ ആ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു നല്ല ഭരണം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും.